നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. ദില്ലി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാൻ BJPയിൽ ചർച്ചകൾ തുടരുന്നു. സംസ്ഥാന ഘടകത്തിലെ നേതാക്കളുമായി ദേശീയ നേതൃത്വം ഇന്ന് ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിന് പോകും മുൻപ് മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനം ഉണ്ടായേക്കും. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ, ദില്ലി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദർ ഗുപ്ത, വനിതാ നേതാവായ ശിഖ റായ് എന്നിവരുടെ പേരുകൾ ചർച്ചയിലുണ്ട്. ദേശീയ നേതൃത്വത്തിന്റേതാണ് അന്തിമ തീരുമാനം എന്നാണ് നേതാക്കൾ ഇന്നലെ പ്രതികരിച്ചത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിക്കുന്നതായി ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ കെജ്രിവാൾ ജനങ്ങൾക്കും പ്രവർത്തകർക്കും നന്ദി പറയുകയും വിജയിച്ച BJPയെ അഭിനന്ദിക്കുകയും ചെയ്തു. ജനങ്ങളുടെ വിധി വളരെ വിനയത്തോടെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ വിജയത്തിന് BJPയെ ഞാൻ അഭിനന്ദിക്കുന്നു. ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും അവർ നിറവേറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നീ മേഖലകളിൽ ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്രിയാത്മകമായ പ്രതിപക്ഷത്തിന്റെ പങ്ക് വഹിക്കുക മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ തുടരുകയും അവരെ സേവിക്കുന്നത് തുടരുകയും ചെയ്യും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരത്തിന് വേണ്ടിയല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് രാഷ്ട്രീയത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അത് തുടരുക തന്നെ ചെയ്യുമെന്നും സുപ്രധാനമായ ഈ തെരഞ്ഞെടുപ്പിൽ കഠിനമായി അധ്വാനിക്കുകയും പോരാടുകയും ചെയ്ത പ്രവർത്തകർക്ക് നന്ദിയും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിലിരുന്ന AAP 22 സീറ്റുകൾ മാത്രമാണ് നേടിയത്. 48 സീറ്റുകൾ നേടിയ BJP 27 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. സിറ്റി ടവർ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. BJPയുടെ വിജയത്തിന് പിന്നാലെ ഡൽഹി സെക്രട്ടേറിയറ്റിൽ പുതിയ പരിഷ്കാരം. രേഖകളും ഫയലുകളും സംരക്ഷിക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് ശനിയാഴ്ച പുറത്തിറക്കിയ ഉത്തരവിൽ പൊതുഭരണ വകുപ്പ് വ്യക്തമാക്കി. അനുമതിയില്ലാതെ സമുച്ചയത്തിന് പുറത്തേക്ക് ഫയലുകൾ, രേഖകൾ, ഇലക്ട്രോണിക് രേഖകൾ എന്നിവ കൊണ്ടുപോകുന്നത് ഡൽഹി സെക്രട്ടേറിയറ്റ് നിരോധിച്ചു. വ്യക്തികൾക്ക് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് പ്രവേശനം നിയന്ത്രിക്കുകയും സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഒരു ദശാബ്ദക്കാലത്തെ ഭരണത്തിന് ശേഷം ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നിർണായക വിജയം നേടിയ സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സുരക്ഷാ ആശങ്കകളും രേഖകളുടെ സുരക്ഷയും കണക്കിലെടുത്ത് GADയുടെ അനുമതിയില്ലാതെ ഡൽഹി സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിന് പുറത്തേക്ക് ഒരു ഫയലുകളോ രേഖകളോ കമ്പ്യൂട്ടർ ഹാർഡ്വെയറോ കൊണ്ടുപോകുവാൻ പാടില്ല എന്ന് ഉത്തരവിൽ പറയുന്നു. ഒറീസയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളോട് കൊടും ക്രൂരത. മാൽക്കൻഗിരിയിലെ വനത്തിൽ 2 പെൺകുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച സ്കൂൾ വിട്ട് പെൺകുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തിയില്ലെന്ന് കാണിച്ച് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സ്കൂൾ യൂണിഫോമിൽ പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ മരത്തിൽ കെട്ടിത്തൂക്കിയ നിലയിലാണ് കണ്ടെത്തിയത്. ഇരുവരും ഒറീസയിലെ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു. കാണാതായ 2 പേർക്കുമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല.
2 ദിവസമായി കുട്ടികളെ കാണാനില്ലായിരുന്നുവെന്നും ഇവർക്കായി തിരച്ചിൽ നടത്തിവരികയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാട്ടിൽ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ 2 മൃതദേഹങ്ങൾ നാട്ടുകാരാണ് ആദ്യം കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവരമറിഞ്ഞ MV 79 പോലീസ് സ്റ്റേഷനിലെയും മോട്ടു പോലീസ് സ്റ്റേഷനിലെയും പോലീസ് ഉദ്യോഗസ്ഥർ, മാൽക്കൻഗിരി SDPO സച്ചിൻ പട്ടേൽ എന്നിവർ സംഭവ സ്ഥലത്തെത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ഉപ്പുംപാടത്ത് ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ദാരുണമായ സംഭവം. ഉപ്പുംപാടത്ത് താമസിക്കുന്ന ചന്ദ്രികയാണ് മരിച്ചത്. ഭർത്താവ് രാജനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തോലന്നൂർ സ്വദേശികളായ ഇവർ 2 ആഴ്ചയായി ഉപ്പുംപാടത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. വീട്ടിനകത്ത് വച്ച് പരസ്പരം വഴക്കിട്ടതിനിടെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. രാജൻ ചന്ദ്രികയെ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു. ഇതിനുശേഷം രാജൻ സ്വയം കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം. ഇതിനു മുൻപും ചന്ദ്രികയെ ആക്രമിച്ചിട്ടുണ്ടെന്നും ചന്ദ്രികയെ കുത്തിയ ശേഷം രാജൻ സ്വയം കുത്തിയതാകാമെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഏറ്റെടുക്കലിലെ ആശയക്കുഴപ്പം നീങ്ങി. കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കുവാൻ തീരുമാനമായതോടെ നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കും. മാർച്ച് ആദ്യവാരം ടൌൺഷിപ്പിന് തറക്കല്ലിടും. 1 കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് തീരുമാനം. നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കേസിൽപ്പെട്ട ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലായിരുന്നു ആശയക്കുഴപ്പം. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റും മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും ഏറ്റെടുക്കാനായിരുന്നു തീരുമാനം. ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള ഏറ്റെടുക്കലിന് ഹൈക്കോടതി അനുമതിയും നൽകി. എന്നാൽ ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നായിരുന്നു കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇതാണ് സർക്കാരിന് ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. 36 കഥാപാത്രങ്ങൾ, 18 ദിവസം. അവർക്ക് പറയാനുള്ളത് എന്താകും? റിലീസിന് മുൻപ് തീപ്പൊരിയിടുവാൻ ടീം എമ്പുരാൻ. ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിൽ നിറഞ്ഞാടുവാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുൻപിലേക്ക് പുത്തൻ അപ്ഡേറ്റ് പങ്കിട്ടിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ്. എമ്പുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നു എന്നതാണ് വിവരം. 36 കഥാപാത്രങ്ങളെ 18 ദിവസം കൊണ്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും. ഈ കഥാപാത്രങ്ങൾ ചെയ്ത താരങ്ങളുടെ എക്സ്പീരിയൻസും അപ്ഡേറ്റിൽ ഉണ്ടാകും. ഇന്നു മുതൽ രാവിലെ 10-നും വൈകിട്ട് 6 മണിക്കുമാകും അപ്ഡേറ്റ് റിലീസ് ചെയ്യുക. 18 ദിവസം വരെ നീണ്ടു നിൽക്കും. എമ്പുരാൻ കാണാൻ കാത്തിരിക്കുന്നവർക്ക് മുൻപിലേക്ക് വലിയൊരു തീപ്പൊരിക്കാണ് ഈ അപ്ഡേറ്റ് തിരികൊളുത്തുക എന്നാണ് ആരാധക പ്രതീക്ഷകൾ. റെക്കോർഡ് നിരക്കിൽ സ്വർണം. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ഇതേ വിലയിലാണ് ഇന്നും വിപണി ആരംഭിക്കുന്നത്. ഇന്നലെ ഗ്രാമിന് വർദ്ധിച്ചത് 15 രൂപയാണ്. ഇതോടെ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 7,945 രൂപയിലെത്തിയിരുന്നു. 120 രൂപ വർദ്ധിച്ച് 63,560 രൂപയിൽ 1 പവൻ സ്വർണവും എത്തി. ഇന്നത്തെ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 7,945 രൂപയും 24 ക്യാരറ്റ് സ്വർണത്തിന്റെ വില
8,667 രൂപയുമാണ്. ഇന്നത്തെ വെള്ളിവില ഗ്രാമിന് 107 രൂപയും കിലോഗ്രാമിന് 1,07,000 രൂപയുമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ, ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.